RSP നേതാവ് ഷിബു ബേബി ജോൺ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ഏറ്റവും മികച്ച വിജയം എന്ന നിലയിൽ തന്നെയാണ് UDF നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, UDF പ്രതീക്ഷിച്ചതിനപ്പുറം എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ ഇത് പ്രതിപക്ഷ നേതാവ് ഞാനുമൊക്കെ ഇത് പരസ്യമായി തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞത് തന്നെയാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രൗണ്ടുമായിട്ടുള്ള ബന്ധം നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് വളരെ നേരത്തെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പൊള്ളയായ അവകാശവാദങ്ങളും ഇതായിട്ട് കിടക്കുന്നത്. താഴെ പുകയുന്ന അമർഷം അത് സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, CPM കേഡറിൻ്റെ ഇടയിൽ പുകയുന്ന അമർഷത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലാതെ പോയി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പം മാസീവ് വോട്ട് ഷിഫ്റ്റ് അല്ലേ CPM-ൽ നിന്ന് UDF-ലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ചാത്തന്നൂർ പരിശോധിക്കുമ്പോൾ, കഴക്കൂട്ടം പരിശോധിക്കുമ്പോൾ CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് BJP-യിലേക്ക് വോട്ട് പോയിരിക്കുന്നത്. അതിപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. അതൊരു ആൻറ്റി ഇൻകംബൻസി അതിൻ്റെ ഒരു പീക്കിലെത്തിയ ഒരിതായിരുന്നു. രാഷ്ട്രീയമായ മണ്ടത്തരങ്ങൾ ഒരുപാട് CPM കാണിച്ചു. അത് അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ അമർച്ച ഉണ്ടാക്കുന്നു. BJP പറയാൻ മടിക്കുന്ന ഇസ്ലാമോഫോബിയ CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു രാഷ്ട്രീയമായ വിഡ്ഢിത്തരമാണ് അവർ ചെയ്തത് എന്ന് അവർ പരിശോധിക്കണ്ടേ. ഈ കഴിഞ്ഞ ഒരു 0-ൽ നിന്നാണ് BJP 3-ലേക്ക് അവർ ഉയർത്തുന്നത്. അതും നിയമം ഒരുപക്ഷെ നേരത്തെ BJP പിടിച്ച മണ്ഡലം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് രണ്ടിടത്തുകൂടെ BJP വളരുകയാണ്. അത് എങ്ങനെയാണ്, ഗൗരവത്തോടെയാണോ വിലയിരുത്തുക? വളരെ ഗൗരവത്തോടെ തന്നെ വിലയിരുത്തുന്ന കാര്യമാണ്. BJP പക്ഷേ നേരത്തെ അതിന് മുമ്പ് ഒന്നുണ്ടായിരുന്നല്ലോ. 0-ൽ നിന്നല്ല, 1-ൽ നിന്ന് 0-ആയി, 0-ൽ നിന്ന് 3-ആയി. അതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കാണുന്നത് ചാത്തന്നൂരെ പല പ്രദേശങ്ങളിൽ CPM അടിച്ചു കയറേണ്ട പ്രദേശങ്ങളിൽ അത് പോയി. BJP-ക്ക് വ്യക്തമായ ലീഡ് അവിടെ വരികയാണ്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് അതിൻ്റെ അവസാന ഭാഗങ്ങൾ വന്നപ്പോൾ ഇനി പ്രശ്നമില്ല, CPM-ൻ്റെ സ്ട്രോങ് ഹോൾഡാണ്, ജയിച്ചോളും എന്ന് പറഞ്ഞിരുന്നിടത്താണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. അത് CPM ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. CPM അത് പരിശോധന നടത്തേണ്ട, എങ്ങനെ അവരുടെ കേഡർ ഇങ്ങനെ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. വടക്കൻ കേരളത്തിൽ CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ്. അത് പയ്യന്നൂരാകട്ടെ, തളിപ്പറമ്പാകട്ടെ, അവിടെയൊക്കെ അടിപതറുകയാണ്. അങ്ങനെ CPM-ൻ്റെ കോട്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അത് എന്തിൻ്റെ സൂചനയാണ്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എത്രയോ നാളായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന് മുൻകാലങ്ങളിൽ UDF-ൻ്റെ അനൈക്യമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഇത്തവണ CPM-നകത്തുണ്ടായ അനൈക്യം, അതിനുശേഷം ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ CPM എത്തി എന്നുള്ളതാണ്. മറ്റേ CPM-നെതിരെ ഒരു റിബലായി മത്സരിച്ചാൽ അന്നേരം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഇതിപ്പോൾ ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല എന്ന് പല നേതാക്കന്മാരും തുറന്നു പറഞ്ഞാൽ എനിക്കറിയാം. പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ, പിന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് അതൃപ്തരായിട്ടുള്ളവർ പല പാർട്ടിയിൽ പോയതായിട്ടാണ് നിങ്ങൾ വലിയ വാർത്ത കൊടുക്കുന്നത്. ഇത്തവണ ആരൊക്കെയാണ് അതിൽ നിന്ന് മാറിയത്? പയ്യന്നൂർ, കഴിഞ്ഞ തവണ മട്ടന്നൂരായിരുന്നു ഏറ്റവും വലിയ ഭൂരിപക്ഷം. അത് ഞങ്ങൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു ഭൂരിപക്ഷം. പക്ഷേ CPM-ൻ്റെ അത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്പർ 1 മണ്ഡലം എന്ന് പറയുന്ന പയ്യന്നൂരല്ലേ, 49,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. അവിടെ കുഞ്ഞേഷൻ സഖാവായിട്ട് സംസാരിച്ച് അദ്ദേഹത്തെ നിർത്താൻ തീരുമാനിച്ചപ്പോൾ മുതൽ കൃത്യമായി എനിക്ക് വിവരം കിട്ടുന്നുണ്ടായിരുന്നു, CPM-നകത്തു നിന്നുള്ള മാസീവ് പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിരിക്കും. കാരണം അദ്ദേഹമൊക്കെ ഒരു യഥാർത്ഥ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മൾ പറയുന്ന ഒരു വ്യക്തി അതായിരുന്നു കുഞ്ഞേഷൻ സഖാവ്. പിന്നെ അദ്ദേഹം TK ഗോവിന്ദൻ, G സുധാകരനെ പോലൊരാൾ, ഐഷാപ്പൊറ്റി പരാജയപ്പെട്ടെങ്കിലും അതിൻ്റെ ഏറ്റവും സൗമ്യമായ മുഖങ്ങൾ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവരെല്ലാവരും തന്നെയല്ലേ ഇറങ്ങി വന്നത്. പിന്നെ അതെല്ലാം ഇൻഡിക്കേഷൻ അല്ലായിരുന്നോ അന്നേരം? എന്നിട്ട് അതവർ അവഗണിക്കുകയാണ് ഉണ്ടായത്. തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചാനലിലടക്കം ചർച്ച ചെയ്യുന്ന ഇന്നലെ കേട്ടു, തുളസിക്ക്, ഭാര്യയും ഭർത്താവിനും സീറ്റ് കൊടുത്തത് ആക്ഷേപമല്ല, പക്ഷെ അവിടെ ഏരിയ കമ്മിറ്റി പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏരിയ കമ്മിറ്റി അത് നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് 2 തവണ പറഞ്ഞിട്ടും
അത് ബുൾഡോസ് ചെയ്ത് തീരുമാനവുമായിട്ട് പോകുമ്പോൾ ആ ഒരു പുല്ലുവില ഘടകങ്ങളുടെ അഭിപ്രായത്തിന് പുല്ലുവില കൽപ്പിക്കുന്നതിൻ്റെ ഫലമല്ലേ അതുണ്ടായത്. അന്നേരം ഇതെല്ലാം എക്കാലവും നേതാക്കന്മാർ പറയുന്നത് കേട്ടിരുന്നോളും എന്നുള്ളത്. ഇത് തന്നെയാണ് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ലോകം എല്ലായിടത്തും ഇടയായ ഇതേ സമീപനമാണ്. അതിവിടെ ആവർത്തിക്കപ്പെട്ടു. അവർ പ്രതികരിച്ചു, അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഇനിയിപ്പോൾ ആ ലീഡർഷിപ്പിൻ്റെ കയ്യിലാണ്. ബംഗാൾ പോലെ ഒലിച്ചു പോകാതെ ഇത് കൊണ്ടു കിടക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവരുടെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും. മറ്റൊന്ന് 102 സീറ്റാണ് UDF ജനം തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ചർച്ച മന്ത്രിസഭാ രൂപീകരണമാണ്. വേഗത്തിൽ മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാവുമോ? ഉണ്ടാവുമല്ലോ, അതിന് വേറെ തടസ്സം ഒന്നുമില്ല. അതത് കക്ഷികൾ ഇനിയിപ്പോൾ കൂടും. എന്നിട്ട് പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ട് അതത് കക്ഷികളുടെ നേതാക്കന്മാരെ തീരുമാനിക്കും. എന്നിട്ട് UDF കൂടി ഫോർമലി അത് ഡിക്ലെയർ ചെയ്തിട്ട് മന്ത്രിസഭയിലേക്ക് പോകും. ഈ തവണ RSP 3 പേർ, അപ്പം ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല, നമ്മൾ പ്രായോഗിക തലത്തിൽ 3 അല്ല 4. നിങ്ങളെന്താ പയ്യന്നൂർ കൂട്ടാത്തത്? RSPയുടെ സീറ്റ് തന്നെയല്ലേ. 4 ഉണ്ട്. അദ്ദേഹം സ്വതന്ത്രനായിരുന്നേ ഉള്ളൂ. 4 സീറ്റ് RSPക്കുണ്ട്. ഞങ്ങൾ നാളെയാണ് പാർട്ടി കമ്മിറ്റി കൂടുന്നത്. പക്ഷേ 2 സീറ്റ് 2 മന്ത്രിസ്ഥാനമൊന്നും ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രി ആരാകണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം തേടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ തേടിയിട്ടില്ല. തേടുന്ന കീഴ്വഴക്കവും ഇല്ലല്ലോ. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. അത് ബാക്കി എല്ലാവർക്കും അത് ബാധകമാകുകയും ചെയ്യും. അപ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ടും RSP അംഗീകരിക്കും? ഇല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ഞങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ കോൺഗ്രസ് തീരുമാനിക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാകും. അതല്ലേ? അതിപ്പോൾ കോൺഗ്രസ്സിന് പറയാനൊക്കെ RSPയുടെ ഇന്നയാൾ പാർലമെൻ്ററി പാർട്ടി നേതാവാകണമെന്ന്. അതാണ് മുന്നണി മര്യാദ എന്നുള്ളത്. അതുകൊണ്ട് ആരെയാണ് അവർ തീരുമാനിക്കുന്നത് അത് എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിരിക്കും. അത് ആശംസകൾ. അപ്പം ഇടതുപക്ഷം ഒരു തിരുത്തലിന് തയ്യാറാകും എന്ന പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിലുണ്ടായ വിള്ളലാണ് RSP നേതാവ് ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടുന്നത്. ആത്മവിശ്വാസമാണ് UDF നേതൃത്വത്തിന്. BD ജോൺസ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ RO ഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.